യെസ്. ഹലോ ഓൾ. ഗ്രൂപ്പ് ഡി എക്സാം ഏറ്റവും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയത്ത് അതിശ അക്കാദമിൻ്റെ വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാത്സിൻ്റെ സെഷൻസ് നിങ്ങൾ കുറച്ച് സെഷൻസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഓൾറെഡി എനിക്ക് അറിയാം. കുറച്ച് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത് ഞാനും കൂടെ ആയിരിക്കും. എൻ്റെ പേര് അതുൽ എന്നാണ്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരിക്കലും ഞാനിവിടെ നിങ്ങളെ കുറേ കാര്യങ്ങളൊന്ന് പഠിപ്പിച്ച് റെഡിയാക്കാം എന്നുള്ളൊരു പ്ലാനിലല്ല ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ, മാത്സ് എനിക്ക് സെറ്റ് ആവുമോ എന്നുള്ളൊരു പേടിയാണ്. ആ പേടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനോടും ഈ എക്സാമിനോടും മൊത്തത്തിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയൊരു സെഷനാണ്. നിങ്ങളിതിൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ ആരും എന്ത് ചെയ്യാറില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ഈ ടോപ്പിക്കിൽ ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസോടെ ഈ ടോപ്പിക്ക് നമുക്ക് പഠിച്ചു പോകണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഫണ്ടമെന്റലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്ന് എടുത്തിട്ടില്ല. അപ്പം ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഞാനും ട്രൈ ചെയ്യാം. എത്ര പെട്ടെന്ന് എത്ര എളുപ്പത്തിൽ ഒന്നും പഠിക്കാതെ, അതായത് നമ്മൾ പുതിയതായിട്ട് ഈ ടോപ്പിക്കിൽ ഒന്നും പഠിക്കാതെ തന്നെ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അടുത്ത വീഡിയോ മുതലായിരിക്കും നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ക്ലാസ് മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വലിയ ബൂസ്റ്റ് തരാൻ പോകുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റം ആണ്, ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഒക്കെ ഞാൻ പറഞ്ഞു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. RRB NTPC ചോദിച്ചൊരു ചോദ്യമാണ്. RRB NTPC 2016 RRB NTPC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഫോർ ഓഡ് പ്രൈം നമ്പേഴ്സ് സം ഓഫ് 34. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസിൽ പ്രൈം നമ്പറുകളുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അഭാജ്യ സംഖ്യ. നമുക്കറിയാം പ്രൈം നമ്പർ 4 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഓപ്ഷനിലുള്ള പ്രൈം നമ്പർ തെറ്റാ, അതിനകത്ത് 1 ഉള്ളത്. 1 ഒരു പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ചോദ്യം ഇത്രയാണ്, ഈ ഓപ്ഷനിലുള്ള ഏത് പ്രൈം നമ്പറുകൾ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് 34 കിട്ടുന്നത്? ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല. ഓപ്ഷനിൽ നോക്കുക, കൂട്ടുമ്പോൾ 34 കിട്ടുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 3, 5, 8, 7, 15, 9, 24 അത് വരൂല. 3, 5, 8, 11, 19, 13, 32 അത് വരൂല. പിന്നെ ആരെ ഓപ്ഷനിലുള്ളൂ? ഇത് മാത്രമേ ഓപ്ഷനിലുള്ളൂ. അത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 34 കിട്ടും. അത് നിങ്ങളെ ആൻസർ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തത്? ഇത് എടുക്കാണ്ടിരിക്കാൻ കാരണം ഓഡ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓർത്തോണം, 1 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും അഭാജ്യ സംഖ്യ അല്ല, പ്രൈം നമ്പർ അല്ല എന്ന് ഓർത്തോളുക. അപ്പോൾ 3 ഓപ്ഷനിലുള്ള ആകെയുള്ള ഈ ഒരു ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളെ കയ്യിൽ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധാരണയാണ് നിങ്ങൾ മുന്നിൽ ഉണ്ടാക്കേണ്ടത്. ആ മോട്ടിവേഷനിൽ വേണം പഠിച്ചു തുടങ്ങാൻ. ഇല്ലെങ്കിലാണ് നമുക്ക് പകുതി വെച്ച് നിർത്താനൊക്കെ ഒരു തോന്നലുണ്ടാവുക. കൺഫ്യൂഷൻ ആയിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ. അപ്പോൾ അടുത്ത ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് ഞാനും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൗ മെനി ടൈംസ് the digit 2 comes in place of tens in counting from 1 to 100. ഓക്കെ, ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളൊരു സ്കില്ല് മാത്രമേ ഇവിടെ വേണ്ടുള്ളൂ. എന്താ പറയുന്നത്? എത്ര തവണ 2 എന്ന് പറയുന്ന ഡിജിറ്റ് വരുന്നുണ്ട്? എവിടെയാ? ഇൻ പ്ലേസ് ഓഫ് ടെൻസ്, 10ന്റെ സ്ഥാനത്ത് എത്ര തവണ 2 വരുന്നുണ്ട്? ഇൻ കൗണ്ടിങ് ഫ്രം 1 to 100, 1 മുതൽ 100 വരെ നമ്മളിങ്ങനെ എഴുതിയാലേ അതിൽ 10ന്റെ സ്ഥാനത്ത് 2 എത്ര തവണ വരുന്നുണ്ടെന്ന ചോദ്യം. ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പഠിക്കാനുള്ള കാര്യമാണോ? അല്ല, ലോജിക്കലി ചിന്തിച്ചൂടെ? 10 ആദ്യം വരുന്ന 10ന്റെ സ്ഥാനത്ത് 2 എപ്പോഴും ആദ്യം വരിക? 20 വരിക. പിന്നെയോ 21, അങ്ങനെ 22 നമുക്ക് വിരൽ എണ്ണാവുന്നതേ ഉള്ളൂ. 23,
24, 25, 26, 27, 28, 29. 30 ആകുമ്പോഴേക്കും അതാരായി? ആ 10ന്റെ സ്ഥാനത്ത് പിന്നെ 2 ഇല്ല. അപ്പൊ എത്ര തവണ 2 വരുന്നുണ്ട്? ഒന്ന് എണ്ണി നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ നമുക്ക് ടോട്ടലി 10 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ 2 എന്ന് പറയുന്ന നമ്പർ വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കാര്യം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് അല്ലേ? അല്ല, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ മെറ്റീരിയൽ നിന്ന് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട് എന്നുള്ളത് ഓർത്തോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. എന്താ അതിന്റെ പ്രത്യേകത ആയിരിക്കേണ്ടത്? ദാറ്റ് വിൽ എക്സാക്ട്ലി ഡിവൈഡ് 25, 35, 40 ആൻഡ് 30. ഓക്കെ, അപ്പോ 25നെയും 35നെയും 40നെയും 30നെയും ഇത്രയും നമ്പറുകളെ കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന, ദാറ്റ് വിൽ എക്സാക്ട്ലി ഡിവൈഡ്. എക്സാക്ട്ലി ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്ടം കൂടാതെ ഹരിക്കുക, റിമൈൻഡർ ഇല്ലാതെ ഹരിക്കുക. റിമൈൻഡർ ഇല്ലാതെ ഹരിക്കുന്നത് ഇതിലുള്ള ഏത് ഓപ്ഷൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 35 കൊണ്ട് ഇവരൊക്കെ ഹരിക്കാൻ പറ്റുമോ? 25/35, 35/35, 40/35, 30/35. 30/35 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ശിഷ്ടം കിട്ടാണ്ടിരിക്കില്ല. എന്തായാലും ശിഷ്ടം ഉണ്ടാവും അല്ലെ? ഇനി 20 കൊണ്ട് ഹരിച്ചാലോ? 20 കൊണ്ട് ഹരിച്ചാലും പറ്റൂല, അവിടെ ഒക്കെ ശിഷ്ടം വരും. ആരെ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം വരാതിരിക്കുക? ഇവിടെ ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 5 കൊണ്ട് ഹരിക്കണം. 25/5 ശിഷ്ടം വരൂല, 35/5 ശിഷ്ടം വരൂല, 40/5 ശിഷ്ടം വരില്ല, 30/5 ശിഷ്ടം വരില്ല. ബാക്കി ഏത് കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശിഷ്ടം വരും. അങ്ങനെ ശിഷ്ടം വരാത്ത ആരാന്നാ ചോദിക്കുന്നത്? ഒറ്റ ആൻസറേ ഉള്ളൂ, ആരാ? ഡി. അത് 5 എന്നുള്ളൊരു ഉത്തരമാണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കുറെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓർത്തോളൂ കേട്ടോ. ശരി, അടുത്തതിലേക്ക് പോകുമ്പോഴും വലിയ വ്യത്യാസവും നമുക്കവിടെ കാണാൻ പറ്റൂല. ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇനി ഇതിനൊക്കെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, പല മെത്തേഡുകൾ ഉണ്ട്. നമ്മൾ ഡിവിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനിരിക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാണ്, ഇത് നമുക്ക് അല്ലാതെയും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് സച്ച് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 9 and 20 when divides 105 and 164. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കണേ. ഈ പറയുന്നതിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് നമ്പറാണ്? ആ നമ്പറിന്റെ പ്രത്യേകത എന്തായിരിക്കണം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ്. ഈ ഉള്ളതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കണം? 105നെ ഹരിക്കുമ്പോ, 105നെ ആ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം എത്ര വരണം എന്നാ പറയുന്നത്? 9 വരണം. ശിഷ്ടം 9 വരണം. 164നെ ഹരിക്കുമ്പോ ശിഷ്ടം എത്ര വരണം എന്നാ പറയുന്നത്? ശിഷ്ടം 20 വരണം. കണ്ടോ, വിച്ച് ലീവ്സ് റിമൈൻഡർ 9 and 20. 9ഉം റിമൈൻഡർ വരണം, 20 റിമൈൻഡർ വരണം. എപ്പോഴാ? വെൻ ഡിവൈഡ്സ് 105 and 164. 105നെ ഹരിക്കുമ്പോ 9 ആണ് വരേണ്ടത്. ആദ്യം പറഞ്ഞത് 9, ആദ്യം പറഞ്ഞത് 105. അപ്പൊ 105നെ ഏതോ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 9 വരണം. പിന്നെയോ 164നെ ഏതോ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 20 വരണം. ഇനി അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് ആരാണെന്ന് ചോദിക്കുന്നത്. ഏതെങ്കിലും നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല, ലാർജസ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷനിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആളെ എടുത്തു നോക്കുക. 96. ഓക്കെ, 105/96 ശിഷ്ടം 9 തന്നെയാണ് വരുന്നത്. അപ്പൊ 96 ഒരു സാധ്യത ഉണ്ട് കേട്ടോ. ഇനി 164/96 ആലോചിച്ച് നോക്കിയേ, ഒരു തവണയെ 96 അതിൽ പോവുള്ളൂ. അവിടെ ശിഷ്ടം 20 ഒന്നുമല്ല, വലിയ ശിഷ്ടം വരും. അപ്പൊ 96 പോസിബിൾ ഓപ്ഷൻ അല്ല. പിന്നെ ലാർജസ്റ്റ് ആരാ? പിന്നെ ഉള്ളത് 48. 105/48. നമുക്കറിയാം 248 96 ആണ്. 96 കഴിഞ്ഞാൽ ബാക്കി 9 ഉണ്ടാവും. ഓക്കെ, ഇനി 164/96. 96 48. നമ്മൾ 48നെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ 164/48. അപ്പൊ നമുക്കറിയാം 342 എന്ന് പറഞ്ഞാൽ എത്രയാ? 120ഉം 144. ഓക്കെ, അപ്പൊ 144 വരെ ഹരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒരു 20 ശിഷ്ടം ഉണ്ടാവും. കണ്ടോ, അങ്ങനെ 20 ശിഷ്ടം വരുന്ന ആരാ ഉള്ളത്? പിന്നെ ഏറ്റവും വലുത് 48 ആ ഉള്ളത്. ബാക്കിയുള്ളത് നോക്കണോ? വേണ്ട, ബാക്കിയുള്ളതൊക്കെ ചെറുതാ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുത് ഇപ്പൊ 48 ആണ്. അതുകൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ ശിഷ്ടം 9 വരുന്നുണ്ട്, ശിഷ്ടം 20 വരുന്നുണ്ട്. കണ്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് മാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. പ്രെയർ നോളജ് ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ്.
ഫൈൻഡ് ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നമ്പർ. ഏറ്റവും വലിയ 2 ഡിജിറ്റ് പ്രൈം നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുണ്ടോ? നമുക്കറിയാം ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ആരാ? ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ 99 ആണ്. 99 പ്രൈം നമ്പർ ആണോ? അഭാജ്യ സംഖ്യയാണോ? അല്ല. 99നെ നമുക്ക് 3x33 എന്ന് എഴുതാം, 9x11 എന്ന് എഴുതാം. അതുകൊണ്ട് ഇതെന്തല്ല, പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ ആവണമെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഒന്നും എഴുതാൻ പറ്റൂല. അപ്പൊ പിന്നെ അടുത്ത ഏറ്റവും വലിയ നമ്പർ ആരാ? 98. 98 എന്തായാലും പ്രൈം അല്ല. 98ല് 2x49 കണ്ടോ, 49 ആണ് അതിനകത്ത്. ഇനി പിന്നെ ഉള്ളത് 97. 97ല് ആരും അങ്ങനെ എന്തില്ല, ഫാക്ടേഴ്സ് ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ഏറ്റവും വലിയ പ്രൈം നമ്പർ ആരാ? 2 അക്ക പ്രൈം നമ്പർ 97 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് പരിചയം ഉണ്ടായാൽ പോലും മതി. അതൊന്നും കേട്ട് പരിചയത്തിന്റെ പോലും ആവശ്യമില്ല. ഇത്രയും നാളത്തെ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനി ഇല്ലെങ്കിൽ പോലും ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ 10 സെക്കൻഡ് ചോദ്യം വായിച്ചുകൊണ്ട് ഉത്തരം എഴുതാനുള്ളതേ ഉള്ളൂ. അപ്പൊ സമയത്തിന്റെ പ്രശ്നമോ നമുക്ക് അറിവില്ലായ്മന്റെ പ്രശ്നമോ ഒന്നുമല്ല നമ്മളെ പിന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ട്രൈ ചെയ്ത് ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കോർ നമുക്ക് റെയിൽവേയുടെ എല്ലാ പരീക്ഷകളിലും പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തുക. ശരി, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. എ പോസിറ്റീവ് നമ്പർ എക്സീഡ്സ് ഇറ്റ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ബൈ 30. ഫൈൻഡ് ദ നമ്പർ. ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ട്. ആ പോസിറ്റീവ് നമ്പറിന്റെ പ്രത്യേകത എന്താ? പോസിറ്റീവ് നമ്പർ എക്സീഡ്സ്, അത് എക്സീഡ് ചെയ്യുന്നുണ്ട്, അത് കൂടുതലാണ്. ഇറ്റ്സ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട്, പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ആയിക്കോട്ടെ, അതിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആയിരിക്കും. സ്ക്വയർ റൂട്ട് എടുക്കുക എന്താ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? ഈ വാല്യൂവിനെക്കാട്ടും 30 കുറവായിരിക്കും ഇവിടുത്തെ വാല്യൂ. അതായത് നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 30 കുറവായിരിക്കും. അങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആരാ? 16. നമ്പർ 16, അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 16ന്റെ റൂട്ട് 4. ഇവിടെ 30 ആണോ കുറവ്? അല്ല. അപ്പൊ 16 അല്ല ഉത്തരം. അടുത്തത് ആരാളുള്ളത്? അടുത്ത 36 ആണുള്ളത്. 36 അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 6 അല്ലെ? 36ന്റെ റൂട്ട് 6 അല്ലേ? 6 സ്ക്വയർ ആണ് 36. അപ്പൊ 36ന്റെ റൂട്ട് എത്രയാ? 6 ആണ്. ഇവിടെ നിങ്ങൾ ഡിഫറൻസ് നോക്കിയേ. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? 30. കണ്ട? അപ്പൊ ഡിഫറൻസ് 30 വരണം. ഒരു നമ്പറും അതിന്റെ സ്ക്വയർ റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് 30 ആണ്. നമ്പർ എന്താന്നാ ചോദിക്കുന്നത്? നമ്പർ എന്താ? നമ്മൾ ആൻസർ 36. ഇത്രയേ ഉള്ളൂടാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 and 3 when divides 258 and 323. അതായത് ഓപ്ഷനിലുള്ള ഏത് ലാർജസ്റ്റ് നമ്പർ ആണ് 258നെ ഹരിക്കുമ്പോൾ ശിഷ്ടം 2 തരുന്നത്? അതുപോലെ തന്നെ 323നെ ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര തരുന്നത്? 3 തരുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ ഏത് നമ്പർ വരണം, ഏറ്റവും വലിയ ഏത് നമ്പർ വരണം എന്നാ ചോദ്യം. ഓക്കെ, ഇത് ചെയ്യാൻ മറ്റു മെത്തേഡുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. വാല്യൂസ് മാത്രമേ മാറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും വലിയ ഓപ്ഷൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടുത്ത ഓപ്ഷൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടുത്ത ഓപ്ഷൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടുത്ത ഓപ്ഷൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഏതിലാണോ റിമൈൻഡർ 2ഉം 3ഉം വരുന്നത് അതാണ് ഉത്തരം. ഓക്കെ, ഇതിന് ഭയങ്കര മാത്സിന്റെ കിടില ആളാവേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരാൻ പോകുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ മാർക്കുകൾ കിട്ടും. ഇങ്ങനെ മാർക്ക് കിട്ടിയുള്ള ഗുണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അവിടെ അത്രയും മാർക്ക് എന്തായാലും ഉണ്ട്, ബാക്കി മാർക്കിനുള്ളത് പഠിച്ചാൽ മതി എന്നുള്ളൊരു ധൈര്യം കിട്ടും. ആ ധൈര്യം തന്നെയാണ് കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിൽ നമ്മളെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ആൻസർ ഈ ഒരു വീഡിയോന്റെ കമന്റിൽ തീർച്ചയായിട്ടും ചെയ്യണം, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം 1265? 1265 നിന്നും ഏത് നമ്പർ കുറയ്ക്കണം എന്നാണ് ചോദ്യം. ടു മേക്ക് ഇറ്റ് ഡിവിസിബിൾ ബൈ 29 എക്സാക്ട്ലി. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്ടമില്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അങ്ങനെയല്ലേ? അപ്പൊ 1265നെ അതിനകത്ത് നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് 29 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ചോദ്യം. ഞാൻ കുറയ്ക്കാണ്ടൊന്ന് ഹരിച്ചു നോക്കട്ടെ, വെറുതെ ഒന്ന് ഹരിച്ചു നോക്കാമല്ലോ. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്ന് ഹരിച്ചു നോക്കുക. 29 കൊണ്ട് ഹരിച്ചു. എത്ര 29 ഉണ്ട്? 5 29 ഉണ്ടാവും അല്ലേ? 5 29 ഉണ്ടോ? അയ്യോ, 5 29 ഇല്ല. ഓക്കെ, എത്ര 29 ഉണ്ട്? 4 29 ഉള്ളൂ. 4 20 80 4 9 36 80 36. ഓക്കെ, 4 29. അപ്പം 80 36 116 എന്ന് വരും. ബാക്കി എത്ര ഉണ്ട്? 116 കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 10 105 എന്നുണ്ടാവും. 105ൽ എത്ര 29 ഉണ്ട്? 105ല് 3 29 അല്ലേ ഉള്ളത്? അതെ, 3 29 എത്ര? 60 87.
87 പോയി കഴിഞ്ഞാൽ ബാക്കി 18 ഉണ്ട്. ഓക്കെ, അതായത് സംഭവം വളരെ സിമ്പിൾ ആണ്. 1265-നെ 29 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 18 ഉണ്ട്. ചോദ്യം ഇതാണ്, 1265-ൽ നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് ശിഷ്ടം ഇല്ലാതിരിക്കുക? ഈ 29 കൊണ്ട് ഹരിക്കണം. 29 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആവണമെങ്കിൽ, ശിഷ്ടം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഏത് നമ്പറാ കുറയ്ക്കേണ്ടതെന്നാ ചോദ്യം. ഏത് നമ്പർ കുറച്ചാൽ മതി? ഇവിടെ ശിഷ്ടം എത്രയാ? 18 അല്ലേ? നിങ്ങൾക്ക് ആ 18-നെ എന്താക്കണം? 0 ആക്കല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ആ 18 ആ നമ്പർ നിന്ന് കുറച്ച് കളഞ്ഞാൽ മതി. ഇവിടുന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ ശിഷ്ടത്തിൽ എന്തുണ്ടാവില്ല? 18 ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് ഇങ്ങനെയാ ചോദിക്കുന്നത്, 13-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. ആ ശിഷ്ടം 1 വരാണ്ടിരിക്കാൻ ഏത് നമ്പർ അവിടെ നിന്ന് കുറയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ ശിഷ്ടം ഇവിടെ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 12 ഹരിക്കണം 4 എന്നാവും. അവിടെ നിങ്ങൾക്ക് ശിഷ്ടം 0 കിട്ടുക. മനസ്സിലായില്ലേ? അപ്പൊ ശിഷ്ടം 0 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ ശിഷ്ടം തന്നെ അങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പൊ ആൻസർ എത്രയാ? 18. ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പറഞ്ഞോ. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? എന്താ? 1184-ൽ നിന്നും 1184-ൽ നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് 21 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുക എന്നാ ചോദിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിന്റെ ഉത്തരം എനിക്ക് കമന്റിൽ പറഞ്ഞു തരണം. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കമന്റിൽ ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എന്തല്ലേ, ക്ലാസ് ഒന്നും എടുക്കാതെ തന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവുക. അടുത്തത്. യെസ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഏതെങ്കിലും എക്സാമിന് വന്നൊന്നുമല്ല കേട്ടോ. NTPC, ഗ്രൂപ്പ് ഡി, RPF പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ തന്നെ അവിടെ കാണാൻ വേണ്ടി പറ്റും. RRB ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ? ഓക്കെ, ആൻഡ് എനി ഹോൾ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പറാണ്. അതിലുള്ള ഏതെങ്കിലും ഒരു ഹോൾ നമ്പർ എടുക്കുക, ഇൻറ്റു ഇതിലുള്ള ഏതെങ്കിലും ഒരു ഹോൾ നമ്പർ എടുക്കുക. ഉദാഹരണത്തിന് അതാ 11 എടുത്തു, ഇൻറ്റു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഗുണിച്ചത് കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആരാ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആ. നമ്മളെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? അഭാജ്യ സംഖ്യകൾ ആരൊക്കെയാ? 2, 3, 5, 7 ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, 11 എന്നൊക്കെ പറഞ്ഞു പോകും. 9 ഇല്ല, 11 എന്ന് പറഞ്ഞു പോകുന്നതാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്. ഇതിൽ ഏറ്റവും ചെറുതാരാ? 2. അപ്പൊ ഏറ്റവും ചെറിയ പ്രൈം നമ്പറും ഏതെങ്കിലും ഒരു ഹോൾ നമ്പറും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഏതെങ്കിലും ഒരു ഹോൾ നമ്പറും ഏറ്റവും ചെറിയ പ്രൈം നമ്പറും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഇതിൽ എന്താണെന്നാണ് ചോദ്യം. ഓൾവേസ് 0 ആയിരിക്കുമോ? അല്ല. എപ്പോഴും 0 ആണോ? അല്ല. ഓൾവേസ് ഈവൻ നമ്പർ ആയിരിക്കുമോ? അവിടെ ഈവൻ നമ്പർ അല്ലേ? ഓൾവേസ് ഈവൻ നമ്പർ ആയിരിക്കൂലേ? നിങ്ങൾ ആലോചിച്ചേ, ഏത് നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഈവൻ നമ്പർ ഇരട്ട സംഖ്യയല്ലേ കിട്ടുക? അപ്പൊ ഉത്തരം എന്താ? ആ ഓൾവേസ് ഈവൻ നമ്പർ ആയിരിക്കും. ഇനി ഓൾവേസ് 1 ആയിരിക്കുമോ? അല്ലല്ല, ഉത്തരം നമുക്ക് 1 ഒന്നല്ല കിട്ടിയത്. ഓൾവേസ് ഓഡ് നമ്പർ ആയിരിക്കും? ഓഡ് നമ്പർ അല്ല, നമുക്ക് ഈവൻ നമ്പർ കിട്ടിയത്. അപ്പൊ ആൻസർ എന്താ? ഓൾവേസ് ഈവൻ നമ്പർ. എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. ഇതൊരു ലോജിക്കാ. നമുക്ക് ധൈര്യം വേണം, അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം വേണം. ഈ ക്വസ്റ്റ്യൻ വായിക്കാനും അതിലെന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കിയിട്ട് ട്രയൽ എടുത്ത് നോക്കാനുള്ള ധൈര്യം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് യാതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ ഉത്തരം എഴുതി പോകാൻ വേണ്ടി പറ്റും. ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ട്രയൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ റെഡി ആയിട്ട് വരിക. നമ്മൾ നമ്പർ സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുള്ളത്. അതിലുള്ള അവസാനത്തെ ചോദ്യമാണ്, എ സ്റ്റുഡന്റ് ഡിവൈഡഡ് എ നമ്പർ ബൈ 12 ഇൻസ്റ്റെഡ് ഓഫ് 21. 21 ആണ് കേട്ടോ, 21. ഒരു സ്റ്റുഡന്റ് ഒരു നമ്പറിനെ 12 കൊണ്ട് ഹരിച്ചു ഇൻസ്റ്റെഡ് ഓഫ് എത്രയാ? 21. അതായത് 21 പകരം 12 കൊണ്ട് ഹരിച്ചു പോയി. അതായത് ഒരു നമ്പറിനെ n എന്ന് പറയുന്ന ഒരു നമ്പറിനെ 12 കൊണ്ട് ഹരിക്കാനാണ് അവനെ പറഞ്ഞു വിട്ടത്. അവൻ എന്ത് ചെയ്തു? അല്ല, 21 കൊണ്ട് ഹരിക്കാനാണ് അവനെ പറഞ്ഞു വിട്ടത്. 21 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞു വിട്ടത്. ഓക്കെ, അവൻ എന്ത് ചെയ്തു? 12 കൊണ്ട് ഹരിച്ചിട്ട് വന്നു. എ സ്റ്റുഡന്റ് ഡിവൈഡഡ് എ നമ്പർ ബൈ 12. ഒരു നമ്പറിനെ 12 കൊണ്ട് ഹരിച്ചു ഇൻസ്റ്റെഡ് ഓഫ് എന്ത്? 21. അപ്പൊ ഇതായിരുന്നു നമുക്ക് കിട്ടേണ്ട ഉത്തരം. ഓക്കെ, പക്ഷെ ഇവിടെ കിട്ടിയ ഉത്തരം ഇതാണ്, ആൻഡ് റിസീവ്ഡ് 35. ഇങ്ങനെ ചെയ്തതിലൂടെ അവൻ ഉത്തരം 35 കിട്ടി. ഒരു സ്റ്റുഡന്റ് ഒരു നമ്പറിനെ 12 കൊണ്ട് ഹരിച്ചപ്പോ ഉത്തരം 35 കിട്ടി. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടിയിരുന്നത്? 21 കൊണ്ടാണ് ഹരിക്കേണ്ടിയിരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. ഈ നമ്പർ എത്രയാണെന്നാണോ ചോദിച്ചത്? നമ്പർ എത്രയാണെന്നല്ല, ആൻസർ എത്രയാണ്, കറക്റ്റ് ആൻസർ എത്രയാ? 21 കൊണ്ട് ഹരിച്ച എത്രയാണെന്നാ ചോദ്യം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് ഇവിടെയുള്ള 12നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഹരിക്കണം 12 ഇങ്ങോട്ട് വന്നാൽ ഗുണിക്കണം 12 ആയി. 35 × 12. ഇത് ഗുണിച്ചെഴുതണോ? ഗുണിച്ചെഴുതാനോ നിൽക്കണ്ട കേട്ടോ, കാരണം നമുക്കിവിടെ സോൾവ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n/21 ആണ്, ഈക്വൽ ടു 35 × 12/21. 21 മുകളിൽ 35 എത്ര ഏഴുണ്ട്? 5 ഏഴുണ്ട്. താഴെ 21 എത്ര ഏഴുണ്ട്? 3 ഏഴുണ്ട്. കട്ടായി പോയി. ആ കട്ടായി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗുണിക്കാണ്ടിരുന്നത്. ഈ 12 എത്ര 4 ഉണ്ട്? എത്ര 3 ഉണ്ട്? 4 3 ഉണ്ട്. താഴെ എത്ര 3 ഉണ്ട്? ഒരു 3 ഉണ്ട്. അപ്പൊ താഴെ 1 ബാക്കിയുള്ളൂ, മുകളിൽ 5 × 4 ഉണ്ട്. 5 × 4 എത്രയാ? 20. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 20 ആയിരിക്കും. നമ്മളെ നമ്പർ ആൻസർ 20 ആയിരിക്കും. നമ്പർ അല്ല, നമുക്ക് കിട്ടേണ്ട ഉത്തരം 20 ആയിരിക്കും. കിട്ടിയ ഉത്തരം 35 ആണ്. കിട്ടേണ്ട ശരിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എത്രയാ? 20 ആണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ ഒരു കുസൃതി ചോദ്യം പോലെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെ പോവാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത ക്ലാസ്സുകൾ മുതൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ അതുല്യ മിസ് ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് റെഫർ ചെയ്യുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.